തിരുവനന്തപുരം വെള്ളായണിയിൽ പറക്കോട്ടുകുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. 14 വയസ്സ് വീതം പ്രായമുള്ള ഇഹ്സാൻ, ബിലാൽ എന്നിവരാണ് മരിച്ചത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സലീമ, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് വെള്ളം നിറഞ്ഞ ഒരു കുളമായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, ഈ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഇഹ്സാന്റെയും ബിലാലിന്റെയും വീടിനടുത്ത് തന്നെയുള്ള ഒരു കുളമാണ് പറക്കോട്ട് കുളം എന്നാണ് പറയുന്നത്. ആ കുളം അവരുടെ വീടിനടുത്താണ്. ആ കുളമെങ്കിലും ഈ കുട്ടികൾ ഇതുവരെയും ആ കുളത്തിൽ പോയി കുളിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ആ കുളത്തിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനായി പോയത്. അതിനിടയിലാണ് സാധാരണഗതിയിൽ മറ്റുള്ളവരൊക്കെ കുളിക്കുന്ന കുളമാണ്, പക്ഷേ ഇവർ ആദ്യമായി കുളിക്കാൻ പോയതിന്റെ പ്രശ്നവും ഒപ്പം തന്നെ ആ വെള്ളം മഴ കൂടി പെയ്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതിലാണ് ഈ കുട്ടികൾ മുങ്ങി താഴ്ന്നത്. ഉടൻ തന്നെ അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ട് അവരെ കരക്കെത്തിച്ചപ്പോൾ ഈ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 പേരും മരിക്കുകയായിരുന്നു. 2 പേരും 14 വയസ്സുകാരാണ്. ഇഹ്സാൻ, ബിലാൽ എന്നിവരാണ്. രണ്ടുപേരുടെയും മരണം തിരുവനന്തപുരത്തെ PRS ആശുപത്രിയിലായിരുന്നു. അവിടെ വെച്ച് ഈ 2 പേരും മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു. വിജയകുമാർ, യെസ്, അതിദാരുണമായ ഒരു സംഭവമാണ്. അതിൻ്റെ വിവരങ്ങളാണ് സലീം മാലിക് നൽകിയത്. തിരുവനന്തപുരം വെള്ളായണിയിൽ പറക്കോട്ടുകുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികളാണ് മുങ്ങി മരിച്ചത്. 14 വയസ്സ് വീതം പ്രായമുള്ള ഇഹ്സാൻ, ബിലാൽ എന്നിവരാണ് ഇന്ന് വൈകുന്നേരം വെള്ളത്തിൽ വീണു മരിച്ചത്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.